ഹായ് എവ്രിവൺ, വെൽക്കം ടു ക്യാൻഡൻ ടോക്സ്. വീട്ടിലുള്ള എലികളെയൊക്കെ പിടിക്കുന്നത് ആ വീട്ടിലുള്ള പൂച്ചകളാണ്. എല്ലാ എലികളെയും ഈ വീട്ടിലുള്ള പൂച്ചക്ക് പിടിക്കാൻ പറ്റി, ഒരെലി ഒഴിച്ച്. ഈ എലി പൂച്ചയെ കാണുമ്പോൾ കുതറി മാറി നടക്കുകയാണ്. സൂത്രത്തിൽ മാറി നടക്കുന്ന ഈ എലിയെ മാത്രം പൂച്ചയ്ക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ പൂച്ച ക്ഷമ കെട്ടിട്ട് അത് സന്യാസിയെ പോലെ ധ്യാനത്തിലിരിക്കാൻ തുടങ്ങി. പതിയെ ഈ പൂച്ച ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് കണ്ട് എലി അടുത്ത് ചെന്നിട്ട് പൂച്ചയോട് ചോദിച്ചു, താങ്കൾ സന്യാസിയായോ? ഒന്നോർത്താൽ വളരെ നന്നായി, കാരണം ചെയ്ത പാപത്തിൽ നിന്നെല്ലാം താങ്കൾക്ക് മോചനം ലഭിക്കും. ഇങ്ങനെ പറഞ്ഞു നിൽക്കെ പൂച്ച പെട്ടെന്ന് ചാടി ഈ എലിയെ പിടിക്കുകയാണ് ചെയ്തത്. പൂച്ചയുടെ കൈകളിൽ കിടന്ന് പിടയുന്ന സമയത്ത് എലി ചോദിച്ചു, താങ്കളപ്പോൾ സന്യാസിയായില്ലേ? ഇങ്ങനെയുള്ള കപട സന്യാസികൾ നമ്മുടെ ഇടയിലും ധാരാളം ഉണ്ട്. ഇവരെ തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ വേഷപ്പകർച്ച ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്വഭാവത്തിൽ പെട്ടെന്ന് തന്നെ വ്യത്യാസം വരുത്തുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ പെരുമാറാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് വേഷപ്പകർച്ച നടത്തുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. 100% സത്യസന്ധതയോടുകൂടിയും തെളിമയോടുകൂടിയൊക്കെ ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. ചെറിയ തരത്തിലുള്ള തന്ത്രങ്ങളും രഹസ്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും അവരവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട്. പക്ഷേ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ബന്ധം കൂടുകയും കാര്യം കഴിയുമ്പോൾ ബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്നവരെയും നമ്മൾ തിരിച്ചറിയണം. അവർ അപകടകാരികൾ തന്നെയാണ്. എല്ലാ ആളുകളെയും കണ്ണുമടച്ച് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ അപകടത്തിൽപ്പെടും. ഈ ആളുകളെ തിരിച്ചറിയാനുള്ള ചില സവിശേഷതകളുണ്ട്. സ്ഥായിയായിട്ടുള്ള ഒരു സ്വഭാവ വ്യത്യാസം വരുന്നത് ശരിക്കും സമയമെടുത്തേ വരുള്ളൂ. അതിന് മനപരിവർത്തനം വേണം. മനസ്സിന് ഒരു ചേഞ്ചൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അത് സ്ലോ ആയിട്ട് ചേഞ്ച് ചെയ്യുള്ളൂ. പക്ഷേ കാര്യസാധ്യത്തിന് ബന്ധം സ്ഥാപിക്കുന്നവരോ അല്ലെങ്കിൽ നിലപാടുകൾ മാറ്റുന്നവരോ അവർക്ക് സമയമെടുക്കില്ല. അവരുടെ ബിഹേവിയറിലുള്ള ചേഞ്ചസ് വളരെ പെട്ടെന്നായിരിക്കും. ഇന്ന് ഒരു സ്ട്രോങ് ആയിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിനെ എതിർക്കണമെങ്കിൽ നാളെ അവരതിനെ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇന്ന് സപ്പോർട്ട് ചെയ്ത കാര്യത്തിനെ അവർ നാളെ എതിർത്തെന്ന് വരും. അതായത് അവരുടെ ലക്ഷ്യം കാര്യം സാധിക്കുക എന്നുള്ളത് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു സത്യസന്ധതയോ അല്ലെങ്കിൽ ഒരാളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റോ ഒന്നും ഉണ്ടാവില്ല. അവരുടെ കാര്യം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധം അറുക്കാനോ അല്ലെങ്കിൽ കാര്യം നടന്നു കഴിഞ്ഞാൽ ആ ബന്ധം അവരോട് ഡിറ്റാച്ച് ചെയ്യാനോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ അപകടകാരികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ വേണം. അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് ടാസ്ക്. സോ നാളെ കാണാം. Expect nothing and appreciate everything. Bye.